ആവേശം സിനിമയിലെ രംഗണ്ണനെ പോലെ ഒരണ്ണൻ ബീഹാറിലുമുണ്ട്. സിനിമയിലല്ല, ഒറിജിനലാണ് കക്ഷി. ആള് പക്ഷേ ഗുണ്ടയൊന്നുമല്ല, സ്വർണമാണ് വീക്ക്നെസ്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. പണം എനിക്കൊരു പ്രശ്നമല്ല. ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. ഈ ബുള്ളറ്റ് വഴിയിൽ വെറുതെ വെച്ചിട്ട് പോകാനാകില്ല, അത്രയ്ക്ക് വില പിടിച്ചതാണ്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമാ. വെറും മഞ്ഞ നിറമല്ല പൂശിയിരിക്കുന്നത്, 916 ബുള്ളറ്റാണ്. ഇപ്പോഴാണ് ഇത് റോയൽ എൻഫീൽഡ് ആയതെന്ന് ഉടമ പറയും. വണ്ടിയുടെ ഉടമയെ കണ്ടാൽ വീണ്ടും നമ്മൾ ഞെട്ടും. എന്തത് പാടത്ത് കോലായിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി. കാശ് നോക്കില്ല. ആവേശത്തിലെ രംഗണ്ണന് ഇത്രയും സ്വർണമില്ലായിരുന്നു. 6 കിലോയോളം സ്വർണം ധരിച്ചാണ് ബീഹാറുകാരൻ പ്രേം സിംഗ് നടക്കുന്നത്. നാട്ടിലെ വലിയ ജന്മിയാണ് കക്ഷി. ഗോൾഡ് മാൻ ഓഫ് ബീഹാർ എന്നാണ് സ്വയം വിളിക്കുന്നത്. ഞാനും ജപ്പാൻ യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? 3-3.5 കോടിയുടെ മുതലാണ് ഇങ്ങനെ ബുള്ളറ്റിൽ കറങ്ങി നടക്കുന്നത്. ഭോജ്പൂർ ജില്ലക്കാരനായ പ്രേം സിംഗിന് ചെറുപ്പം മുതലേ സ്വർണത്തോട് കമ്പമുണ്ട്. വളർന്നപ്പോൾ ബെൽറ്റ്, കണ്ണട, ഷൂ എന്ന് വേണ്ട തന്റെ എല്ലാ വസ്തുക്കളിലും സ്വർണം പൂശി തുടങ്ങി. ഗോൾഡ് മെൻ ഓഫ് ഇന്ത്യ ആകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രേം സിംഗിന്റെ വിഷമം. വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തീർന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചും. കുറച്ച് കിലോ സ്വർണം കൂടി കിട്ടിയാൽ ആ പ്രശ്നം പരിഹരിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഈ മഞ്ഞ മനുഷ്യൻ. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഞാൻ പോകുന്നു. ബൈ.